പക്ഷേ നന്ദേട്ടൻ പറഞ്ഞ ഓരോ വാക്കും അർത്ഥമുള്ളതായിരുന്നു, സ്നേഹമുള്ളതായിരുന്നു, എന്നെ പരിഗണിക്കുന്നതായിരുന്നു. അച്ഛനും അമ്മയും പോയ ശേഷം എന്നെ ഇത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ടെന്നുള്ളത് ഇന്നലെ രാത്രി എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വേണ്ട നന്ദേട്ടാ, എന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും ഇനി പറയണ്ട. നന്ദേട്ടന്റെ വാക്കുകൾ സ്വപ്നം കണ്ട് അതിൽ ചവിട്ടി നിന്ന ഞാൻ ഇനി ജീവിക്കുന്നത്. ആ ജീവിതത്തിലുടനീളം നന്ദേട്ടൻ എന്നോടൊപ്പം വേണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം ജീവിക്കാൻ എനിക്കൊരവസരം തന്നൂടെ നന്ദേട്ടാ? നന്ദേട്ടനോടൊപ്പമുള്ള ഇന്നലെ ഒരു രാത്രി മതി അവന്തികയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ. അഭിനയമായിരുന്നെങ്കിലും വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് എത്ര സന്തോഷത്തോടെയാണ് ജീവിച്ചത്. ഇനി ശരിക്കും നമ്മൾ അങ്ങനെ ജീവിക്കാൻ പോവാ. നന്ദേട്ടന്റെ പഴയ അവന്തികയായി, നല്ലൊരു മരുമകളായി, നല്ലൊരു ഏട്ടത്തിയായി. ഇനി ഒരിക്കലും നന്ദേട്ടൻ ഇഷ്ടമില്ലാത്ത അവന്തികയായി ഞാൻ മാറില്ല. സത്യം. സച്ചേട്ടാ, സച്ചേട്ടാ, ചായ. ഗുഡ് മോർണിംഗ്. അവിടെ വച്ചേക്ക്. തനിക്കിതെന്ത് പറ്റി രാവിലെ തന്നെ? ഒന്നുമില്ല. അത് കള്ളമാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പിന്നെന്തിനാ കള്ളം പറയുന്നേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? വിവാഹം കഴിഞ്ഞ് ഉടനെ കുഞ്ഞാവാത്തത് എന്തെങ്കിലും വലിയ കുറ്റമാണോ? അതെന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു? എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്ന ചോദ്യം അതായതുകൊണ്ട്. വിവാഹം കഴിഞ്ഞ 6 മാസത്തിനകം ഗർഭിണിയായില്ലെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങളാ? എനിക്ക് സജ്ജനമില്ലാത്ത പ്രശ്നങ്ങളാ ബാക്കിയുള്ളവർക്ക്. ഇപ്പം ഇതേപ്പറ്റി തന്നോട് ആര് ചോദിച്ചു? അവസാനമായിട്ട് അമ്പിളി ചേച്ചിയുടെ വകയായിരുന്നു ചോദ്യം. ഇനി എല്ലാരോടും ഇങ്ങനെ മറുപടി പറയാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. സച്ചേട്ടൻ വേഗം റെഡിയാവാ. നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോണം. ഏത് സ്ഥലം? എൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? അവള് പറഞ്ഞു ഇവിടെ അടുത്ത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെന്ന്. നമുക്കൊന്നു പോയി കാണാൻ സച്ചേട്ടാ. ഇന്ന് തന്നെ പോവാം. എന്തിന്? നമുക്ക് സന്ധ്യ ഡോക്ടർ ഉണ്ടല്ലോ. മാത്രമല്ല ഡോക്ടർ പറഞ്ഞല്ലേ ഒരു കുഴപ്പമില്ലെന്ന്. പറഞ്ഞു. എങ്കിലും സച്ചേട്ടൻ പറയുന്ന പോലെ ഏതൊരു കാര്യത്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ടല്ലോ.
നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടും ഇനിയും വൈകുന്നത് കൊണ്ട് എനിക്ക് എന്തോ ഒരു ടെൻഷൻ. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവുമെന്ന് കരുതി സന്ധ്യ ഡോക്ടർ നമ്മളോട് പറയാതിരിക്കുന്നതാണെങ്കിലോ? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ട സച്ചേട്ടാ. അപ്പോ സന്ധ്യ ഡോക്ടർ നമ്മളോട് കള്ളം പറഞ്ഞു എന്നാണോ താൻ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയല്ല. നമുക്ക് ഈ ഡോക്ടറെ കൂടി ഒന്ന് കണ്ടു എന്ന് കരുതി എന്ത് സംഭവിക്കാനാ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആളുകള് ഓരോന്നും ഓരോ സമയത്തും ചോദിച്ചുകൊണ്ടിരിക്കും. അതോർത്ത് വിഷമിക്കാനും പരിഹാരം കണ്ടുപിടിക്കാനും നമ്മൾ നടന്നാൽ പിന്നെ അതിന് നേരം കാണും. ഗുളികയും മരുന്നൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെന്തിനാ അർച്ചന നമ്മൾ അതിനൊക്കെ പോകുന്നേ? ആളുകൾ ചോദിക്കുന്നതിനപ്പുറം നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ മാസമായില്ലേ സച്ചേട്ടാ? ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോഴും മറ്റുള്ളവര് അവരുടെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് കാണുമ്പോഴും നമ്മുടെ ഉള്ളില് സങ്കടങ്ങൾ വന്ന് നിറയാറില്ലേ? ഇങ്ങനെ എത്ര നാളെന്നും പറഞ്ഞാ നമ്മൾ ജീവിക്കുന്നേ? എന്തെങ്കിലും ഒരു അവസാനം വേണ്ട എല്ലാത്തിനും. എങ്കിൽ ശരി, നമുക്ക് പോവാം. പക്ഷേ ഇന്ന് വേണ്ട, നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ പോവാം. ഈ കാര്യത്തിൽ സച്ചേൻ ഇന്ന് സൗകര്യം ഉണ്ടാക്കിയേ പറ്റൂ. ഇത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യമാണ്. നമ്മളായിട്ട് ഒരു തരത്തിലും വൈകിപ്പിക്കണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. ഇന്ന് ഞാനും സച്ചേട്ടനും പോവും, ഡോക്ടറെ കാണും, ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. പിന്നെ സന്ധ്യ ഡോക്ടർ തൽക്കാലം ഇതറിയണ്ട. ഡോക്ടറിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തതെന്ന് ഡോക്ടർക്ക് തോന്നിയാലോ? ഡോക്ടറോടൊന്ന് മാത്രമല്ല, ഇവിടെ ആരോടും ഇത് പറയണ്ട. അഥവാ ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിലും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. സച്ചിൻ എഴുന്നേറ്റ് വേഗം റെഡിയാവുക. അപ്പോഴേക്കും ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്തു തീർക്കട്ടെ. ഉണ്ടാകാൻ തടസ്സമൊന്നുമില്ലെന്ന് മറ്റൊരു ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു ചെക്കപ്പിന്റെ ആവശ്യമുണ്ടോ? എവിടെ പരിശോധിച്ചാലും അതുതന്നെയാവും റിസൾട്ട്. ഞാനത് പറഞ്ഞതാ ഡോക്ടർ, അർച്ചനയ്ക്ക് മനസ്സിലാവണ്ടേ? അത് മറ്റൊന്നും കൊണ്ടല്ല ഡോക്ടർ. മുമ്പ് ചെക്കപ്പ് നടത്തിയിരുന്ന ഡോക്ടർ ഞങ്ങളുടെ വീടുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ചിലപ്പോൾ പറയാൻ മടി കാണിക്കും. അതാ. എത്ര വലിയ ബന്ധമായിരുന്നാലും ഒരു ഡോക്ടർ അങ്ങനെ മറച്ചു വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ചും ഈ കാര്യം. ഇക്കാലത്ത് അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യം എന്താ ഉള്ളേ? എന്ത് തടസ്സം ഉണ്ടെങ്കിലും ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ചില റെയർ കേസുകളിൽ മാത്രമേ അങ്ങനെ നടക്കാതിരിക്കൂ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഡോക്ടർ, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന്. ഇതിപ്പോ താമസിക്കുന്നത് കൊണ്ടാ ഒരു ടെൻഷൻ. ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണം എന്നുള്ളത്. ഇനിയും താമസിപ്പിച്ച് അവരെ കൂടി നിരാശപ്പെടുത്തണമെന്ന് കരുതിയിട്ടാ ഞാൻ സച്ചേട്ടനും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്നറിയാം, എങ്കിലും ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് ഡോക്ടർ ഒന്ന് നോക്കണം. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അത് വേഗം തുടങ്ങുകയും ചെയ്യണം. എങ്കിൽ പിന്നെ ശരി, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. സച്ചി ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യണം, ഞാൻ വിളിപ്പിക്കാം, അപ്പൊ വന്നാ മതി. സച്ചേട്ടാ, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഒന്ന് പുറത്ത് നിൽക്ക്. ഇതിപ്പോ സച്ചിക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. സച്ചി ധൈര്യമായിട്ടിരിക്കുക, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സച്ചേട്ടാ.
ഒരു കുഞ്ഞ് വേണമെന്ന് എന്നെക്കാളും ആഗ്രഹം സച്ചേട്ടന്. വെൽക്കം ടു നെല്ലിശ്ശേരി അസോസിയേറ്റ്സ്. താങ്ക് യു. ഇവരൊക്കെയാണ് അനൂപിന്റെ അക്കൗണ്ട് സെക്ഷനിൽ സഹായിക്കുന്നവര്. വഴിയെ പരിചയപ്പെട്ടാൽ മതി. ആ അപ്പൊ എങ്ങനെയാ, ഇന്നലെ ജോയിൻ ചെയ്യല്ലേ? ആ അതെ, ഇന്നു മുതൽ ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ, കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു തരും. എന്നിട്ടും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ എന്നോടോ സച്ചിയോടോ ചോദിച്ചാൽ മതി. ശരി. ഓക്കെ, എന്നാ അനൂപിച്ചല്ല. ആ എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പറയാം. അർച്ചനയുടെ ഹസ്ബൻഡിനോടൊന്ന് വരാൻ പറയൂ. ശരി മാഡം. നിങ്ങളാണോ സച്ചി? ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു. എന്താ ഡോക്ടർ, എന്തിനാ വരാൻ പറഞ്ഞേ? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുകയും വേണം, അതുപോലെ ഉൾക്കൊള്ളുകയും വേണം. ഇതൊക്കെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ, എങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെയാ? എന്താ ഡോക്ടർ കാര്യം? എന്തായാലും പറയേ. അത് അർച്ചന ഒരിക്കലും ഡോക്ടർ, ഡോക്ടർ, എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണമായിരുന്നു. എന്താ, പറഞ്ഞോളൂ. ആ അർച്ചന, താനൊന്ന് പുറത്തേക്ക് നിന്നേ. പുറത്തേക്ക് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. എന്താ സച്ചേട്ടാ, എന്താ പറ്റിയേ? ഒന്നുമില്ല, താനൊന്ന് പുറത്തേക്ക്. ആ, ഒരു ടെൻഷനും വേണ്ട. എനിക്ക് മറ്റൊരു കാര്യം ഡോക്ടറോട് പറയാനുണ്ട്. താൻ ചെല്ലേ. എന്താ സച്ചി, എന്താ പറയാനുള്ളത്? ഡോക്ടർ പറയാമെന്ന കാര്യം തന്നെ സംസാരിക്കാനുള്ളത്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ, അർച്ചന ഒരിക്കലും പ്രഗ്നന്റ് ആവില്ലെന്നല്ലേ? വാട്ട്? എനിക്കത് നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ അവള് പറഞ്ഞില്ലേ, അവളുടെ ഫ്രണ്ട് ഒരു ഡോക്ടറിനെ പറ്റി. ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാനിത് ഇതുവരെ അർച്ചനെ അറിയിച്ചിട്ടില്ല. അവള് ഒരിക്കലും ഇത് അറിയരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ നിർബന്ധത്തിന് മാത്രമാണ് ഡോക്ടർ ഞാൻ അർച്ചന ഇവിടേക്ക് കൊണ്ടുവന്നേ. അർച്ചനയുടെ
ഇപ്പോഴത്തെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു കാര്യവും ഞാൻ അർച്ചനയോട് പറയില്ല. അർച്ചന വിഷമിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാ ഡോക്ടർ. സച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. സച്ചിക്ക് അർച്ചനയോടുള്ള സ്നേഹത്തെക്കുറിച്ചും എനിക്ക് ബോധ്യപ്പെട്ടു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു വസ്തുത എനിക്ക് ബോധ്യമുള്ളപ്പോ ആ കുട്ടിയുടെ അവസ്ഥയെപ്പറ്റി അറിയിക്കാതിരിക്കുന്നത് ഞാൻ അർച്ചനയോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാവില്ലേ? ഡോക്ടർ, അർച്ചനെ പോലെ തന്നെ ഒരു സ്ത്രീയാണ് ഞാനും. ഒരമ്മയാവുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എത്ര വലിയ കാര്യമാണെന്നും എനിക്കറിയാം. പക്ഷേ ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്റെ പേഷ്യന്റിനോട് ഇത് മറച്ചുവെക്കാൻ എനിക്കാവില്ല. ഡോക്ടർ, ബന്ധവും സൗഹൃദവും കൊണ്ടാ നേരത്തെ പറഞ്ഞ ഡോക്ടർ അർച്ചനയിൽ നിന്നത് മറച്ചുവെച്ചിട്ട് താങ്കളോടത് പറഞ്ഞത്. എന്നെക്കൊണ്ട് അതിനാവില്ല. ഡോക്ടർ പ്ലീസ്. ഇതൊന്നും അറിയാതെ അമിത പ്രതീക്ഷ കൊടുത്ത് അതെത്ര നാൾ കാത്തിരിക്കും? എത്ര കാലം താങ്കൾക്കത് ആ കുട്ടിയിൽ നിന്ന് മറച്ചു വെക്കാനാവും? പിന്നീട് ഒരു നിമിഷം ഇതെല്ലാം ആ കുട്ടി അറിയുന്ന സമയം അതിന്റെ ശാപം എനിക്കും കൂടി കിട്ടിയെന്ന് വരും. സച്ചിയോട് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും അർച്ചനയോട് പറഞ്ഞേക്ക്. ഒരു ഞെട്ടലിലോ കരച്ചിലിലോ സത്യങ്ങൾ മനസ്സിലാക്കാൻ അർച്ചനയ്ക്ക് സാധിച്ചേക്കും. മറച്ചു വെക്കുന്തോറും അപകടമാണ്. ഇത്രയും ദിവസം പറയാതിരുന്നത് തെറ്റാണെന്ന് ഞാൻ പറയൂ. ഡോക്ടർ, ഡോക്ടർ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. എനിക്കറിയാം അർച്ചന ഇതറിയുമ്പോ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്റെ ജീവിതത്തിലാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ സച്ചേട്ടന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റാത്ത കാരണം ഞാൻ എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേനെ. സച്ചി, അത് അർച്ചന ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് കരുതി പറഞ്ഞതല്ലല്ലോ. സച്ചി, നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരില്ലെന്ന് അർച്ചന മനസ്സിലാക്കുന്ന ആ നിമിഷം കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പും അവസാനിക്കും. ഒരു കുറ്റബോധവും ഇല്ലാതെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാം. എനിക്കും അർച്ചനയ്ക്കും ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ലെന്ന് അർച്ചന മനസ്സിലാക്കിയ പിന്നെ സംഭവിക്കുന്നത്. സച്ചി, അവളിത് അറിയണം. വെറുതെ ആ കൊച്ചിന് പ്രതീക്ഷ കൊടുത്ത് ഇനിയും ചതിക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡോക്ടർ ഒരു ഉപകാരം ചെയ്യാമോ? എന്തുപകാരം? പറയാം. എന്തായി സച്ചേട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഏയ്, വേറെ കുഴപ്പമൊന്നുമില്ല. തന്നോട് മാത്രമായിട്ട് ഡോക്ടർക്ക് എന്താ സംസാരിക്കണം? താൻ ചെല്ല്. വേറൊരു കുഴപ്പമില്ല.